ഒരു ദേവീക്ഷേത്രമാണ് ശ്രീ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം. ശ്രീ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ലയാണ്. ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. ശ്രീ ചക്കുളത്തുകാവ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ പമ്പാ നദിയുടെയും അതുപോലെ മീനച്ചിലാറിൻ്റെയും കൂടി സംഗമസ്ഥാനത്താണ് ശ്രീ ചക്കുളത്തുകാവ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ശ്രീ ചക്കുളത്തുകാവിലെ പൊങ്കാല മഹോത്സവം വേൾഡ് ഫേമസ് ആണ് കേട്ടോ, വിശ്വപ്രസിദ്ധമാണ്. ആറ്റുകാൽ പൊങ്കാല പോലെ തന്നെ വിശ്വപ്രസിദ്ധമാണ് ശ്രീ ചക്കുളത്തുകാവിലെ പൊങ്കാല മഹോത്സവം. അതുപോലെ ചക്കുളത്തുകാവിലെ പൊങ്കാല നടക്കുന്നത് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളിലാണ്. ശ്രീ ചക്കുളത്തുകാവിൽ പൊങ്കാല മഹോത്സവം നടക്കുന്നത്. അതുപോലെ തന്നെ ചക്കുളത്തുകാവിൽ നടക്കുന്ന നാരീപൂജ അതും വളരെ വേൾഡ് ഫേമസ് ആണ് നാരീപൂജ. അതുപോലെ തന്നെ ഈ പൊങ്കാല മഹോത്സവത്തിന് ശേഷം ഇവിടെ ഈ കാർത്തിക സ്തംഭം കത്തിക്കുന്നൊരു ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കാർത്തിക സ്തംഭം കത്തിക്കുന്നതൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അതൊക്കെ ഈ ക്ഷേത്രത്തിലെ വളരെ വലിയ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ പ്രതിഷ്ഠ ദേവിയാണ് കേട്ടോ, വനദുർഗാദേവിയാണ്. ദുർഗാദേവി എന്ന് പറയുമ്പോൾ ആദിപരാശക്തിയാണ് കേട്ടോ, ആദിപരാശക്തിയാണ് ആ ദേവി രൂപത്തിൽ ആരാധിക്കുന്നത്. അതുപോലെ തന്നെ ചക്കുളത്തമ്മ എന്ന് പറയുമ്പോൾ ലോകമാതാവാണ്, വിശ്വത്തിൻ്റെ മുഴുവൻ അമ്മയാണ്. സത്യമാണ്, സ്നേഹമാണ്, എല്ലാം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ചക്കുളത്തുകാവ് നല്ല പോസിറ്റീവ് വൈബുള്ള ഒരു ടെമ്പിൾ കൂടിയാണ് ശ്രീ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം. ഞാൻ ഒരുപാട് തവണ ഈ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടുണ്ട് കേട്ടോ, ഒരുപാട് തവണ പോയി തൊഴുതിട്ടുണ്ട്. തിരുവല്ലായിൽ പല തവണ തിരുവല്ലായിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ചക്കുളത്തുകാവിൽ പോയി തൊഴുതിട്ടുണ്ട്. കേരളത്തിലെ അറിയപ്പെടുന്നൊരു ദേവീക്ഷേത്രമാണെന്ത്? ഏത്? ശ്രീ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം. അതുപോലെ തന്നെ ഇവിടെ ദേവിയെ കൂടാതെ ശിവൻ, അതുപോലെ നവഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ഹനുമാൻ, അതുപോലെ രാധാകൃഷ്ണൻ, ഇതൊക്കെ ഇവിടുത്തെ ഉപദേവതാ പ്രതിഷ്ഠകളാണ്.